ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ പ്രമോ വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു ഷോയിൽ ഇപ്പോൾ ഹോസ്റ്റായിട്ട് വന്നിരിക്കുന്നത് റെനീഷയാണ്. എന്നാൽ നമുക്ക് പ്രൊമോയിൽ റെനീഷയെ കാണാൻ കഴിയുന്നില്ല. ജഡ്ജസ് ആയിട്ട് രഞ്ജിനി, അഖിൽ മാരാർ, റിയാസിനെയാണ് കാണിച്ചിരിക്കുന്നത്. 40 സാധാരണക്കാർ 21 ദിവസം ഏറ്റുമുട്ടുന്ന ഈ ഷോയിലേക്ക് ആദ്യം കടന്നു വരുന്നത് അഖിൽ മാരാറാണ്. അതിനുശേഷം ജഡ്ജസായി വരുന്നത് രഞ്ജിനിയും റിയാസുമാണ്. സെപ്റ്റംബർ 6 ബിഗ് ബോസ് സീസൺ 8 ആരംഭിക്കുന്നതെങ്കിൽ സെപ്റ്റംബർ 4 നമ്മുടെ ഈ അഗ്നിപരീക്ഷ എൻഡ് ആവും. അതിനിടയ്ക്ക് ഒരൊറ്റ ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 40 സാധാരണക്കാരിൽ നിന്ന് എത്ര പേര് നമ്മുടെ സീസൺ 8 ഉണ്ടാകും? നിങ്ങളും ഞങ്ങളും കൂടെയാണ് ഈ അഗ്നിപരീക്ഷ കംപ്ലീറ്റ് ആക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം വോട്ടിംഗ് ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, ഈ ഒരു ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് എന്ത് കാര്യമെന്ന് രഞ്ജിനി പറയുന്നു. അതായത് ബിഗ് ബോസിന്റെ ഈ അഗ്നിപരീക്ഷ നമ്മൾ കുത്തിയിരുന്ന് കാണണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ പ്രമോയിൽ നമുക്ക് ലാലേട്ടനെയും കാണാൻ കഴിയും. ഓഗസ്റ്റ് 15 തൊട്ട് ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ നമ്മൾ കാണേണ്ടി വരും. ഇതിനകത്തുനിന്ന് എത്ര പേര് സെലക്ട് ആവും എന്നറിയത്തില്ല. ഞാനിതിനകത്ത് അപ്ലൈ ചെയ്തിരുന്നു, അത് വേറൊരു കാര്യം. ഓക്കെ, എന്തായാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം സാധാരണക്കാരുടെ എണ്ണം കൂടട്ടെ. അപ്പോൾ നമുക്ക് ഈ സെലിബ്രിറ്റി ഗെയിംസ് അല്ലാതെ സാധാരണക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കി നമുക്ക് കളി കാണാൻ പറ്റും. ഇപ്രാവശ്യമെങ്കിലും PR-കാരുടെ ഇടപെടലില്ലാതെ സത്യസന്ധമായി, വളരെ നീതിപരമായി, ന്യായപരമായ ജഡ്ജ്മെൻറ്റും അതുപോലത്തെ ഒരു ഗെയിംസും ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നേ, കാണാൻ ഒരു രസമായിരുന്നേ. കാരണം നമ്മളെപ്പോലെ കുറച്ച് പേര് ബിഗ് ബോസ് ഫാൻസ് ഉള്ളതുകൊണ്ട് അവരൊക്കെ ജീവിച്ച് പോകുന്നുണ്ട്, ഏഷ്യാനെറ്റും ഹോട്ട്സ്റ്റാറും ഒക്കെ. അതായത് ഇതിനകത്ത് കൂടുതലായിട്ടും പറയുന്നത് വെച്ചാൽ അഖിൽ മാരാർ വേണ്ട എന്നൊരു സോഷ്യൽ മീഡിയ അഭിപ്രായമുണ്ട്. കമൻസുകളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അഖിൽ മാരാർക്ക് നിലപാടില്ലാത്തൊരു വ്യക്തിയാണ്, അയാൾ എന്തിനാണാവോ പിടിച്ച് ജഡ്ജസ് ആക്കിയത് എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. പിന്നെ ചിലർ പറയുന്നത് സാബുമോൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലർ പറയുന്നത് വോട്ടിംഗ് ഒന്നും വേണ്ട എന്ന് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇപ്പം രഞ്ജിനിയും റിയാസും അഖിൽ മാരാറും 3 ജഡ്ജസ് ആവുന്നത് കൊണ്ട് ഈ 3 ജഡ്ജസും തമ്മിലടി നടക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം 3 പേരുടെ സ്വഭാവം നമുക്കറിയാവുന്നതാണ്, ബിഗ് ബോസ് കാണുന്നവർക്കറിയാം. അപ്പോൾ അത് തമ്മിലടി നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ഷോ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. സാധാരണക്കാരിങ്ങോട്ട് പോരട്ടെ, അടിച്ച് തകർക്കട്ടെ അഗ്നിപരീക്ഷ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. എപ്പിസോഡ് കാണാൻ ഒട്ടും പറ്റാത്തവർ മാത്രം എൻ്റെ റിവ്യൂ കണ്ടാൽ നന്നായിരിക്കും. അല്ലാതെ ഞാൻ എപ്പിസോഡ് കാണാതെ എൻ്റെ വീഡിയോ കാണണമെന്ന് പറയുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ ശരി.